വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പതിവില്ലാത്ത നമ്മളൊരു ഇൻട്രോ. സാധാരണ ഈ പറഞ്ഞ പോലെ ബൈക്കിൻ്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചായിരിക്കും ഓരോ ഇൻട്രോ. ഇന്ന് ജസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ താമസിക്കണ ദ ഹോസ്റ്റലർ എന്ന് പറയുന്ന ഒരു ഡോർമെട്രിയിലാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു 4 നില ബിൽഡിങ്ങാണ്. ഇതിൻ്റെ 4ാമത്തെ നിലയിൽ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ സൺറൈസ് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു അടിപൊളി വിഷയമാണ്. പിന്നെ അപ്പുറമുള്ള പാലസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നിങ്ങൾ ആ പുറകിലാ കാണുന്നതാണ് പാലസ്. പിന്നെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് ഭയങ്കര ആംബിയൻസാണ്. ഇതുപോലെ മറ്റേ ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്രാവശ്യത്തിന് കൂടുതലായതുകൊണ്ട് മോശമായിട്ട് കിടക്കുവാണ്. ഇതിന് താഴെയുണ്ട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ, അവിടെ ഇരുന്ന് ഇതുപോലെ കാണാനുള്ള വിഷ്വൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളി ലുക്കാട്ടോ. രാവിലെയൊക്കെ എണീറ്റൊരു ചായ കുടിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി അറ്റ്മോസ്ഫിയർ. നമുക്ക് മറ്റേടത്ത് ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഫുള്ള് പ്രാവുകളാട്ടോ, നല്ല രീതിയിലുണ്ട്. നമുക്കൊന്ന് ഓടിക്കാൻ നോക്കിയാലോ ഇതേപോലെ. ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെയാണ്, കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല. ഞാൻ ചുമ്മാ ജാക്കറ്റ് എടുത്തിട്ടു എന്നുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ തണുപ്പ് ഉണ്ടെങ്കിലോ എന്ന് കരുതി. നൈറ്റ് ആകുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് തെളിഞ്ഞിട്ട്, പാലസിൻ്റെ ഒക്കെ ഫുള്ള് ലൈറ്റ് തെളിഞ്ഞു. ഇപ്പോൾ കുറേ ഓഫ് ചെയ്തു. അപ്പോൾ താഴത്ത് മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ. ഫുൾ ലൈറ്റ് തെളിയുമ്പോൾ നല്ലൊരു ലുക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ടോപ്പിൽ നിന്ന് കാണാം. നമ്മുടെ ഈ സെയിം ലെവലിൽ നിന്നാണല്ലോ എല്ലാം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം. എന്തായാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നിവിടെ ഡെസേർട്ട് കാണണം. അപ്പോൾ അതാണ് മെയിൻ ടാസ്ക്. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് ചെറിയ മെയിൻ്റെനൻസ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയ്യണം. എന്താണെന്ന് കാര്യങ്ങളൊക്കെ ടെക്നീഷ്യനെ കാണിക്കണം. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കുറച്ച് പ്ലാനുകൾ. ഇനി ഇവിടുത്തെ വേറെ കുറച്ച് സ്ഥലം കൂടെ നോക്കണം. പിന്നെ നമുക്കിവിടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആളെ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഫുൾ പ്ലാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ബെഡ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചെറിയ വ്യൂ ഉണ്ട്. പിന്നെ എൻ്റെ ബെഡ് ഇതാണ് 6 എന്ന് എഴുതിയേക്കണേ. നമ്മളിങ്ങനെ ചെറിയ കർട്ടനൊക്കെ ഉണ്ട് പ്രൈവസിക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ ഉള്ളിലാണ് നമ്മുടെ സാധനങ്ങൾ ഫുള്ള്. അതുപോലെ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, അവിടെ ബാത്റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇന്ന് ഇവിടെ നിന്ന് പോവല്ല, കറങ്ങാൻ ഇറങ്ങുവാണ്. അതിന് മുമ്പ് വണ്ടി ഒന്ന് കൊണ്ടുപോയി കാണിക്കണം, കുറച്ച് പരിപാടികൾ. ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ, ഭയങ്കര ഈജിപ്ത് ആ സ്ഥലം, ഡെസേർട്ടുള്ള സ്ഥലങ്ങളിലെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കേട്ടോ. ഈ കാണുന്ന മതിലെല്ലാം ഈ കല്ലുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല, കരിങ്കല്ലിനേക്കാളും സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെന്താ ബ്രോ, ഹൗ ഡു യു നോ എനി പഞ്ചർ ഷോപ്പ്? ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു നാഷണൽ പാർക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ജയ്സൽമേർ ഫോർട്ടിട്ടാണ്. ഞാൻ ഡെസേർട്ട് പാർക്കായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ നോക്കിയോ. ഇതാട്ടെ നമ്മുടെ ദ ഹോസ്റ്റലറിൻ്റെ ഫുള്ള് ബിൽഡിങ്. ഭയങ്കര നൈസാണ്. ഒരു 4 നിലയുണ്ട്. അതിൻ്റെ മേളിൽ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ എന്തുകൊണ്ടാണ് ഞാൻ ആ ഫോർട്ടിട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ, വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ജസ്റ്റ് അപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ഫോർട്ടിട്ട്, വളരെ അടുത്താണ്. അപ്പോൾ അവിടെ പോയി വണ്ടി ഒന്ന് കാണിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഇനി വന്നാലേ, അപ്പോൾ അത് പിന്നെ ഇരട്ടിപ്പണിയാവും. അപ്പോൾ അതിന് മുമ്പ് ഓയിലൊന്ന് ചേഞ്ച് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പോൾ എങ്ങനെയാണ് പോയിട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, മൊത്തം ബിൽഡിങ്ങൊക്കെ കണ്ടോ, ഫുൾ എന്താ പറയണേ, മറ്റേ ബ്രൗൺ ഷെയ്ഡിലാണ് ഇപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളെ കാര്യങ്ങൾ. രാജസ്ഥാനി, പ്യുവർ രാജസ്ഥാനി സ്റ്റൈൽ കേട്ടോ. അതിങ്ങോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. മറ്റേത് അവിടെ ഫുൾ അവർ പിങ്ക് സിറ്റിയുടെ ആ ഒരു സ്ട്രക്ചറാണ് കീപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ടോട്ടലി ചേഞ്ച് ചെയ്തെന്ന് പറയാം. ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും
ഫോർട്ടിലാണ് ഈ ഫോർട്ടിൻ്റെ തന്നെ രീതി, ജയ്സൽമർ ഫോർട്ട് എന്ന് പറയും കേട്ടോ. അതിൻ്റെ രീതികൾ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ എയർപില്ലോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങാനും എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും പാടുപെടും. കാരണം എനിക്ക് അത്രയധികം കംഫർട്ട് ഈ ഒരു സാധനം വയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിത്രയും ദൂരമൊക്കെ കവർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കംഫർട്ടായി വരാനെന്ന് പറഞ്ഞ ഈ സാധനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ കുറച്ചുകൂടെ ക്ഷീണം കൂടും. ഇവിടെ ബൈക്ക് മെക്കാനിക് ബൈക്ക് മെക്കാനിക്കൽ ഷോപ്പ് നോക്കിയിട്ട് അത് ഇവന്മാരെല്ലാം ഹിന്ദിയിൽ എഴുതി വെച്ചേക്കണേ. ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു ഓയിലുള്ളതായിട്ട് കാണുന്നില്ല. കാസ്ട്രോളിൻ്റെ ഒരു നല്ല ഓയിൽ ഒഴിക്കാമെന്ന് ഓർത്താണ്. അല്ല ഇനി നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ബൈക്ക് പോയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ചോദിച്ചു നോക്കാം. Bro, do you have Castrol power oil? Available. Can you, how much cost to change oil? Power oil. Now show ml. Castrol power oil. Cost. For 445. 445. Fully synthetic oil? Do you have more higher price oil? Gopi ji. ചോദിച്ചു നോക്കട്ടെ. എന്താണെന്ന് തന്നെ ഇവരുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വരെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. I need to change the engine oil. Oil change and Yeah. engine oil only? Yeah. Okay. But I need some fully synthetic oil. From Kerala. I'm from Kerala. Yes. So it's a long run. I need to change the... No problem. This is good one. Is the club? Do you have any oil in the price range of 1,000? 900 or 1,000? 900 or 1,000. This is the... How? ये मैं कितना oil आवे? I don't know. Yamaha oil, no? Fully synthetic oil. This is not good if you want to think. This is good oil. Castrol power. But I think it's not synthetic oil. If you want to synthetic oil. Yeah, fully synthetic oil. Fully synthetic. Yeah. Fully synthetic oil. वो तो मेरा मैं ले आओ नहीं NBC bearing आ रहे हैं. അപ്പോൾ ഇവർ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ എഞ്ചിൻ ഓയിൽ ഒഴിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ കാസ്ട്രോളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് മോട്ടീവുകളുടെ ഫുള്ളി സിന്തറ്റിക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ ലീക്ക് വന്ന സ്ഥിതിക്ക് പിന്നെ എഞ്ചിൻ ഓയിൽ ഇത്രയും റഷായ സ്ഥിതിക്ക് ഞാൻ ഫസ്റ്റ് ഫുൾ ഡ്രൈവ് ചെയ്യാമെന്ന് ഓർത്തായിരുന്നേ. പക്ഷേ മാറിക്കാമെന്ന് കരുതി. കാരണം ഇനി നമുക്ക് ഒരുപാട് വണ്ടി കൊണ്ട് യൂസ് ഉള്ളതാണല്ലോ. അപ്പോൾ എഞ്ചിന് അത്രയും സ്ട്രെയിൻ കൊടുക്കണ്ട. വണ്ടിയാണെങ്കിൽ ഫുള്ള് നമ്മുടെ കാശ്മീർ മുതൽ എല്ലാ സ്ഥലത്തെയും ചെളി ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവർ അത്യാവശ്യം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെയിനൊന്ന് ടൈറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഓയിൽ ഫിൽറ്റർ മാറണം. എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം. വണ്ടി അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇവിടെ ഒരു ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്നറിയില്ല. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് തീർക്കാണ്ട് ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വഴി കടന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഇതിനേക്കാളും വലിയ പണിയാണ്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഇവരും ചെയ്തു തരുന്ന കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്ഥലം കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാനും കാണാനും ഒക്കെ. വണ്ടി ശരിക്കും ചെളിയിൽ കുളിച്ച് നല്ല പൊടി കാര്യങ്ങളൊക്കെ ആട്ടോ. കാരണം നമ്മൾ പോയ വഴിയെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഇത്രയും ഉള്ള കാടും മലയെല്ലാം കയറിയപ്പോൾ ഇത്രയധികം ചെളിയെല്ലാം വണ്ടിക്കകത്ത് വന്നു. ഇനിയിപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇവിടെ ഒരു യമഹയുടെ സർവീസ് സെൻറ്റർ ഞാൻ നോക്കിയിട്ട് ഗൂഗിളിലൊന്നും നോക്കിയിട്ട് അവൈലബിൾ അല്ല. എന്താണെന്നറിയില്ല. ഹീറോ ഒക്കെ അവൈലബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറോ ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷേ യമഹ നമ്മുടെ അവൈലബിൾ അല്ല. അപ്പോൾ
അതെന്തായാലും ഇച്ചിരി പണിയായി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പുറത്തുനിന്നാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് കിട്ടിയാൽ മതിയല്ലോ. വണ്ടി ബാക്കിയത്തെ കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെത്തിച്ച് അടുത്ത ഷോറൂമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബാക്കി ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെയുള്ള അവർ ഷോറൂം സപ്പോർട്ട് നല്ല രീതിയിൽ തരുന്നുണ്ട്. നമ്മൾ വിളിച്ചൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇനി നമുക്ക് 3000-ലധികം കിലോമീറ്റർ, ഏകദേശം 3000 കിലോമീറ്റർ അല്ലെങ്കിൽ അതിലധികം കിലോമീറ്ററോളം നമുക്ക് ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഒരു 1.5-2 മണിക്കൂർ എന്തായാലും ഇതിന് പോകും ഇവിടെ. നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ സ്ഥിതിയായിട്ടായി കാണുന്നത്. കംപ്ലീറ്റ്ലി ബ്ലാക്കായി. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ കോലായിട്ടായി കാണുന്നത്. മൊത്തം ചെടിയായി. പുള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഡസ്റ്റായിട്ടോ. ഇത്രയും ട്രാവൽ ചെയ്തിപ്പോൾ അങ്ങനെ കാശ്മീരിത്തൊക്കെ പോണ റൂട്ട് അത്രയും ഇതായതുകൊണ്ട്, ഡസ്റ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെളിയായി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ക്ലീൻ ചെയ്തിടുവാണ്. ബാക്കി ചേഞ്ച് ചെയ്യണം, നാട്ടിൽ ചെന്നിട്ട് ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പോൾ വണ്ടിയുടെ സർവീസ് പരിപാടിയെല്ലാം അവർ തീർത്ത് തന്നു. എൻജിൻ ഓയിൽ മാറ്റി. അത് ഫുള്ളി സിന്തറ്റിക് നമുക്ക് കിട്ടിയില്ല. ഇവിടെ ഫുള്ളി സിന്തറ്റിക് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. കാരണം അവർ ഇവിടെ മെയിൻ ഷോപ്പുകളിലൊന്നും കിട്ടില്ല. കാരണം ഇവർ കൂടുതലും ഈ പറഞ്ഞ പോലെ നോർമൽ ഈ 3000 കിലോമീറ്റർ മാറിക്കളയാണ്. ഇതുപോലെ റൈഡൊന്നും ചെയ്യുന്നില്ല. ഇവിടെ 2-3 ഷോപ്പ് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും പറഞ്ഞാൽ മോട്ടിയോളിൻ്റെ തന്നെ നമ്മൾ സെമി സിന്തറ്റിക് ഒഴിച്ചു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഓയിലിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു, അതിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ ക്ലച്ചിൻ്റെ ഇവിടെ മേളിലൊരു സിഗിലുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ ഓയിലിലേക്ക് വന്നത്. പിന്നെ അതുപോലെ ചെയിൻ ടൈറ്റ് ചെയ്തു, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തു. എയർ ഫിൽറ്ററിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. എന്തായാലും അത് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം. വേറെ സീലൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എവിടെയെങ്കിലും നല്ല ഷോറൂം കിട്ടുവാണെങ്കിൽ ആ ഓയിൽ സീലൂടെ പറ്റുവാണെങ്കിൽ ഒന്ന് മാറിക്കളയാം. എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളെയും കൂടെ ഇവിടെ നിന്ന് വിളിക്കണം. എന്നിട്ടൊന്ന് കറങ്ങാൻ പോകുന്ന വരികയാണ്. വലിയ സമയം കാണിച്ചില്ല. പിന്നെ നമ്മുടെ എയർ ഫില്ലർ ഇവിടെ പഞ്ചർ അവർ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. എവിടെയെങ്കിലുമൊക്കെ നോക്കി സെറ്റ് ചെയ്യണം. അത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമായുണ്ട്. അപ്പോൾ നമ്മൾ ജയ്സൽമർ 40 ഫസ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓയിൽ മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് സ്മൂത്തായിട്ടോ. നോർമലി എല്ലാ ഓയിലും മാറ്റുമ്പോൾ സ്മൂത്താവും. എന്നാലും ഇപ്പോൾ വണ്ടി ഇത്രയും ഓടിയതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിൻ്റെ പുള്ളി ഒരു ചെറിയ വ്യത്യാസം വണ്ടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നന്ദി ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാളും നല്ല ഫീലുണ്ടാവും. ഇത് നമ്മൾ 40 പോണ വഴിയാണ്. സ്ട്രീറ്റ് ആട്ടോ. അപ്പോൾ അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കണ്ട ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ചേട്ടാ ഇതിൽ കൂടെയാണോ പോകണ്ടേ? അല്ല ബൈക്ക് പോകണ്ടെന്ന് തോന്നണേ. നമുക്ക് പോയി നോക്കാല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകട്ടെ. എവിടം വരെ പോകുമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് ടോപ്പ് വരെ പോകുന്ന തോന്നണേട്ടെ. ശരിക്കും ഇത് നമ്മൾ ഈ വെയിലത്ത് നടന്നു കഴിയുമ്പോൾ നമ്മുടെ പടം പൊളിയോ ചെറുതായിട്ട് തോന്നിയാലേ.
നല്ല കോമഡിയാ അല്ലേ? എന്തായാലും പോണതിൻ്റെ മാക്സിമം നമ്മൾ വണ്ടി കയറ്റും കേട്ടോ, എന്ത് ട്രാഫിക് ആണെങ്കിലും. മറ്റൊരു അഡ്വഞ്ചർ. ഇതൊരു വ്യത്യസ്ത റൈഡാട്ടെ, ഇതുവരെ ഇങ്ങനെ ഒരു റൈഡ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓ ഇത് ശരിയാ, ഇതിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്രയും വെയിലത്ത് വന്നു കഴിയുമ്പോൾ നമ്മളെ അത്യാവശ്യം നല്ലൊരിതാവും. എവിടം വരെ പോകുന്നു നോക്കട്ടെ. നമ്മൾ പോണ ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ്, ജയ്സൽമാർ ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക്. സ്ട്രീറ്റിൽ കൂടെ എന്താ ഇവിടെ നിന്ന് എങ്ങടാ അല്ലേ? ഓക്കെ, എന്നാ വണ്ടി നമുക്ക് ഇവിടെ ചാരാലേ? ആ സൈഡിൽ വെച്ചാലോ അവിടെ? നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ വിഷ്ണുചാരനുണ്ട്. ഇവിടെ നല്ല സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എൻ്റെ ഒച്ച കിട്ടുന്നുണ്ടോ? ഇത്രയും നോയ്സ് ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും. ആ നൈറ്റ് അടിപൊളിയായിരിക്കും അല്ലേ? ആ അല്ല പുറത്ത് എൻ്റെ ഹോട്ടലിലും ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ജയ്പൂർ കണ്ട പോലെ അല്ല കേട്ടോ, ഇവിടെ ടോട്ടലി കളർ ചേഞ്ച് ചെയ്തു. അത് പിങ്ക് സിറ്റിയുടെ ആസ്പദമായാണെങ്കിൽ ഇവിടെ മൊത്തം ഒരു ഗോൾഡൻ കളറിലാണ് ഫുള്ള് വന്നേക്കുന്നത്, ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും. ये फॉसिल्स है, जीवाश्म, जीव जंतु जो हर साल मिट्टी में पत्थर बन रहे हैं। जीवाश्म 350-450 ये 50 रुपये। दूध में डालो दही जमाएगा और तांबे ഇത് പുള്ളിയുടെ ബിസിനസ്സാണ്. ആളെന്തൊക്കെയോ എന്താ ഫോസിലൊക്കെയാണെന്ന് പറയുന്നത്. ഏതൊക്കെയോ കല്ലുകളൊക്കെ എടുത്ത് കാണിച്ചിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ നൈസ് അവർക്ക് ജീവിക്കാൻ വേണ്ടി ഓരോരോ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ. ആ ഓക്കെ ഓക്കെ. ഇതിന്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ മറ്റൊന്നും പോലെ അല്ല അല്ലേ? ഫുൾ ഷോപ്പും കാര്യങ്ങളും. ഈ ഫോട്ടോനകത്ത് ഇങ്ങനെ ഇൻഡിവിജ്വൽ സാധനങ്ങളാണ്. Saris, suits, kurtis, dupattas. No? No. We've come back. Yes, This way, sit with this way. Sari, shawls, scarves. ഇവരുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സുകൾ അല്ലേ? കൂടുതൽ ഒത്തന്റിക് രാജസ്ഥാനി സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അതിനകത്തെ പ്രിന്റുകളൊക്കെ. പിന്നെ കമ്പാരിറ്റീവ്ലി ഷോപ്പിങ്ങിന് ജയ്പൂരിനേക്കാളും റീസെൻ്റ്ലി ആൾക്കാർ അത്രയും മൈൻഡഡ് അല്ല പൊതുവെ. ബട്ട് സ്റ്റിൽ എൻ്റെ ഷോപ്പിംഗ് ഇതൊക്കെ മറ്റേ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് അല്ലേ? ഫുള്ള് ഡിസൈൻസും കാര്യങ്ങളും. പിന്നെ എന്നാൽ നമ്മൾ നോക്കുമ്പോൾ 450 രൂപയ്ക്ക് അത് അവർ കൊടുക്കണ്ടല്ലോ.
നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര വരും അല്ലേ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ ഇത് പ്രോഫിറ്റ് പറഞ്ഞെങ്കിൽ അത് ചേട്ടാൻ പറഞ്ഞു കല്ല് ഇത് ചൂട് പാലിലിട്ട് കഴിഞ്ഞാൽ തൈരാവും, പാല് തൈരാവും എന്നാണ് പറയുന്നത്. ചൂട് പാലിലിട്ട് കഴിഞ്ഞാൽ തൈരാവും. ഈ കല്ലോ ഈ കല്ല് ചൂട് പാലിലിട്ട് കഴിഞ്ഞാൽ തൈരാവും. എന്തായാലും പിന്നെ ഇത് വെച്ച് യൂസ് ചെയ്ത് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏത് ഈ ബാഗൊക്കെ ഇപ്പോൾ മിക്കവാറും ക്യാമൽ ലെതർ എന്ന് പറയും. പക്ഷേ പറ്റിയിട്ടാണോ? അറിയില്ല, കാരണം രാജസ്ഥാനിൽ ഇത് വെച്ചിട്ട് ക്യാമലിനെ സ്ലോട്ടർ ചെയ്യാൻ പാടില്ല. എങ്ങനെ ക്യാമൽ ലെതർ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അറിയില്ല. ഓ അതാണ് പിന്നെ അവനൊരു പേടിയില്ല അല്ലേ? എന്നിട്ട് മാറണ്ടോ നോക്കിയോട്ടെ. ആളിപ്പോഴും അവിടെ തന്നെ കിടക്കുമല്ലേ? അതാ ചൂട് കിട്ടിയിട്ട് അവിടെ കിടക്കും. ചെറിയ കളിപ്പാട്ടങ്ങൾ കൊടുത്ത അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സാധനമൊക്കെ നാട്ടിട്ട് വരുമ്പോൾ എത്ര രൂപ ആകും ഈ ഒട്ടകത്തിനൊക്കെ? എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയാം ബാഗിലൊരു പിന്ന് വെക്കാനുള്ള സ്പേസ് ഇല്ല. അത്രയും ഞാൻ ജയ്പൂരിൽ നിന്നൊക്കെ മേടിച്ച മുഴുവൻ കൊറിയർ ചെയ്തു. ആണോ? അല്ലാണ്ട് കൊണ്ട് നടക്കുന്നത് പ്രാക്ടിക്കലി കൊണ്ടുനടക്കാൻ പറ്റില്ല. എല്ലാം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ്. എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഫുള്ള് പോകും. ഇവിടെ ഇതുപോലെ വെറൈറ്റി കുറേ ഐറ്റമൊക്കെ ഉണ്ട്. ഈ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത ഒരുപാട് ഐറ്റംസ് ഫുള്ള് അതാണ്. ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ ഫുള്ളൊരു മാർക്കറ്റാണ്. എല്ലാവരും ഓരോ മുറികളും ഈ പറഞ്ഞ പോലെ ഇവർ ഓരോ ടിക്കറ്റ് വെച്ച് കയറി കാണിക്കാണ്ട് എല്ലാവർക്കും ഇങ്ങനെ കച്ചവടങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ്. അങ്ങോട്ട് പോയി നോക്കാം. നോക്കി കയറിയില്ലേ താഴെ പോരുന്നു. അടിപൊളി കേട്ടോ. അപ്പൊ ഈ സിറ്റി ഫുള്ള് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് ആണ്. ഡ്രസ് റെന്റിനൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതിന്റെ മുകളിൽ കൂടെ കയറാൻ പറ്റുന്നല്ലേ? റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിലേ നമ്മുടെ ഹവാമഹലിന്റെ മുന്നേ ഒരെണ്ണം ഇതുപോലെ ഉണ്ട്. എന്നാലും മറ്റേ ഈ പറഞ്ഞ പോലെ ജയ്പൂരൊക്കെ കാണിക്കുന്ന പോലെ പാലസിൽ കയറിയിട്ടേ നമുക്ക് ആദ്യം പിന്നെ ഇതെടുക്കും. അതിപ്പോ അത് ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് കൊടുത്താൽ അവർക്കെങ്കിലും ഉപകാരം ഉണ്ടല്ലേ? വെറുതെ ഇങ്ങനെ ഇട്ട് കളയാണ്ട്. നമ്മുടെ ഫുൾ സിറ്റി ആട്ടെ കാണുന്നത്. അപ്പോൾ ഫോർട്ടിൽ നമ്മൾ കുറച്ച് സ്ട്രീറ്റൊക്കെ കണ്ടു. അപ്പോൾ ഈ സ്ട്രീറ്റിൽ ഫുൾ ഇങ്ങനത്തെ കച്ചവടക്കാരും ഒക്കെയാണ്. അപ്പോൾ ഇതിവിടെ കൂടുതലൊന്നുമില്ല, കാരണം ഇത്രയും വിഷ്വൽ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓരോ ഇപ്പോൾ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ അത് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ച പോലെ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം നമുക്ക്. നമുക്ക് ഡെസേർട്ടിൽ പോയാലോ നാഷണൽ പാർക്കിൽ? 10 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ തോന്നുന്നു. ചുമ്മാ ഗൂഗിൾ മാപ്പ് ഇടാവോ?
ഫോണിൽ ആണോ? എന്നാൽ എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ കുഴപ്പമില്ല, എൻ്റെ കയ്യിലുണ്ട്. വലിയ ദൂരം ഇല്ലല്ലോ, അതുകൊണ്ട് വിഷയമില്ല. ഇപ്പം നമ്മൾ ഈ വന്ന സ്ട്രീറ്റുകൾ തന്നെ എങ്ങനെ ഇറങ്ങണം കേട്ടോ. ഒരുപാട് കച്ചവടക്കാർ ഇവിടെയുണ്ട്. അത് റീസണബിൾ പ്രൈസിനാണ് എല്ലാം. അതെ അതെ. ആ ആ എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഹാൻഡ് വർക്ക് ചെയ്ത സാധനം. ഇവർ 450 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 300-ന് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ അത്രയൊക്കെ റേറ്റുകളും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ ഭയങ്കര ബിസിനസ് മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും. നൈസാണ്. കുറേ അധികം പുതിയ തുണികളുടെയൊക്കെ പല മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഇതുപോലെ പാട്ട് പാടി ജീവിക്കണ കുറച്ച് ആളുകൾ. ഒരു പുതിയൊരു അനുഭവം, രാജസ്ഥാൻ്റെ ഒരു വ്യത്യസ്തമായ അനുഭവം എന്ന് തന്നെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നു കേട്ടോ അവിടെ. കാരണം ജയ്പൂർ നമുക്ക് ഇത്രയും നല്ലൊരു ഇതാണ് ശരിക്കും പ്യുവർ രാജസ്ഥാൻ എന്ന് പറയണേ. ആ കളറും കാര്യങ്ങളും ഇപ്പം എല്ലാം നിങ്ങളെല്ലാം കാണുന്നില്ല, എല്ലാം നല്ല ബ്രൗൺ കളറിൽ ഫുൾ സ്ട്രീറ്റ്. ഇപ്പം അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഇവിടെ ഡെസേർട്ട് നാഷണൽ പാർക്ക് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം, കാണാം. അപ്പം ഇവിടെ മെയിനായിട്ടും കാണാനുള്ള ഈ ഒരു ഫോർട്ടും ജയ്സൽമേർ ഫോർട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് സെൻറ്ററുകൾ ഒരുപാടുണ്ട് നമുക്കപ്പോൾ. അതുകൊണ്ട് അവർ തന്നെ ഒരുപാട് ക്യാമൽ റൈഡ് പാക്കേജ്, ഡെസേർട്ട് പാക്കേജ് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആർമിക്കാർ അത്യാവശ്യം കേട്ടോ. കാരണം ഇവിടെ തന്നെ ബോർഡറാണ്, പാകിസ്ഥാൻ ബോർഡർ ഉണ്ട്. ഒരു 110 കിലോമീറ്റർ ഇങ്ങോട്ടല്ലേ ഏട്ടായി? അതെ. ഓക്കെ, നമുക്ക് മാപ്പിടാം. ഞാൻ നോക്കാം. അത് ചേട്ടാ വേറെ സ്ഥലത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തലക്ക് പ്രാന്ത് പിടിക്കുന്ന ഡ്രൈവിംഗ് അവന്മാരുടെ. ആ അതെ അതെ. ശരിക്കും നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ചുമ്മാ വിസിറ്റ് ചെയ്ത് പോവാനൊക്കെ ഉള്ളൂ. ശരിക്കും നമുക്ക് നമ്മുടെ സിറ്റി തന്നെയല്ലേ ഏറ്റവും ബെസ്റ്റ്. വരാന്നുള്ളൂ. ഞാൻ പലയിടത്ത് ലൈഫ് നോക്കി നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണാലിയൊക്കെ നല്ല കേട്ടോ, മണാലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വരും. ട്രാഫിക് ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള പ്രദേശത്തേക്ക് വന്നു കഴിയുമ്പോൾ ഫുള്ള് ഈ സ്ട്രീറ്റിൻ്റെ ഒരു വൃത്തിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാത്തിനേക്കാളും ഫാർ ബെറ്ററാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ തന്നെ പറയണതെന്ന് പറഞ്ഞാൽ ഈ ട്രാവലേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർക്കും കേരളയാണ് കുറച്ചുകൂടെ ഇഷ്ടം. തുണിയുടെയൊക്കെ മെറ്റീരിയലേ ഞാൻ ഇത്ര നാൾ ട്രാവൽ ചെയ്തതിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റും നല്ലൊരു വൃത്തിയുള്ള ഒരു അടിപൊളി മാർക്കറ്റ് ഇപ്പോൾ ഇതാട്ടോ. ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ തോൽവി എന്ന് പറഞ്ഞാണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ടിന് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു വ്യത്യസ്തമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിൻഡ് ബ്ലാസ്റ്റ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്. നല്ല രീതിയിൽ വിൻഡ് ബ്ലാസ്റ്റ് എടുത്ത് വരുന്നുണ്ട്. നമ്മളൊരു 60 പോവുകയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന വിൻഡ് ബ്ലാസ്റ്റ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിക്ക് മൂവ്മെൻറ്റ് വളരെ അധികം കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇവിടെ കാണുന്ന വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിപ്പച്ചെറുപ്പം ഇല്ല എന്ന് പറയാം. എന്താ അങ്ങനെ പറയണതിൻ്റെ കാരണം ഇവിടെ എല്ലാവരുടെയും വീടുകൾ ശ്രദ്ധിച്ചാൽ ഒരേപോലെ ഇരിക്കും. പ്രത്യേകിച്ച് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ രീതിയിലാണ് അവരുടെ ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ തന്നെയുള്ള കിട്ടുന്നൊരു കല്ലുണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുന്ന കല്ലാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന കല്ലുകളില്ലേ, ഈ സംഭവം ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇവിടെ വെട്ടുകല്ല് പോലെ ഇവിടെ
നിറച്ച് ഈ സംഭവങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ വീടുകളും എല്ലാ ഹോട്ടൽസും പണിതേക്കണേ. അപ്പോൾ നമ്മുടെ അവിടെ വലിയ ഇച്ചിരി പൈസയുള്ള ഒരു വലിയ വീട്, അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ എല്ലാവരും ഈ ഒരു ഒറ്റ ക്വാളിറ്റി മെറ്റീരിയലും കൊണ്ടാണ് എല്ലാം ബിൽഡ് ചെയ്യുന്നത്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അവൈലബിലിറ്റി വളരെയധികം ഉണ്ട്. നമ്മുടെ നാട്ടിലും ചില ഹോട്ടൽസ് ഒരു ഈജിപ്ഷ്യൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനത്തെ സ്റ്റോൺസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അതൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഈ സാധനം ഇവിടെ എല്ലാവരും ന്യായമായി പണിയുന്ന ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെസേർട്ടിട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ലൊരു ലോങ് ഹൈവേ, ഒരു വിജനമായ സ്ഥലം, നല്ല രസമുണ്ട് കേട്ടോ. ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റില്ല അല്ലേ? ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു വേറൊരു ഫീല് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാവലിംഗ് കിട്ടുന്നുണ്ട്. ശരിക്കും ചെറിയ മണൽത്തരികൾ നമ്മുടെ മേത്ത് ടച്ച് ചെയ്യുന്നുണ്ട്, പൊടികളുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല എന്നുള്ളൂ. ആ ഒരു കാറ്റും കാര്യങ്ങളും. എങ്ങനെ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യമാണ്, ഈ ഒരു പ്ലേസിൽ പാരാഗ്ലൈഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലോണം വിൻഡ് ഉണ്ട്. ഈ വിൻഡ് ഉള്ളത് കൊണ്ട് ഇത് വിൻഡിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ആ കാറ്റ് പിടിച്ച് അവർ ഫ്ലൈ ചെയ്യും. അപ്പോൾ അത് ഞാൻ റൂട്ടിൽ 1-2 സ്ഥലത്ത് കണ്ടു പാരാഗ്ലൈഡിങ്. പക്ഷേ ശരിക്കും അത് മൗണ്ടൈൻ്റെ മേളിൽ നിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ്. എന്നാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് അവർ നടത്തുന്നുണ്ട്. ഡെസേർട്ടിട്ട് ഇനി അത്യാവശ്യം ദൂരമുണ്ട്, ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഈ 30 കിലോമീറ്റർ നമുക്ക് നിസ്സാര സമയം കൊണ്ട് എത്തേണ്ട കാര്യമാണ്. ഈ ഓപ്പോസിറ്റ് വിൻഡ് ബ്ലാസ്റ്റ് നല്ല രീതിയിലുള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ന്യായമായി ചിലപ്പോൾ മൈക്ക് അകത്തായിട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിൽ വിൻഡ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെയൊരു സ്ഥലത്തേക്കാണ് ഞാൻ ഇതുവരെയായിട്ടും ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു വേറെ മൂഡാണ്. ഭയങ്കരമായ വിജനമായ ഏരിയ. അതുപോലെ നമുക്ക് ഇതിൻ്റെ അങ്ങേയറ്റം വരെ കാണാൻ പറ്റും. ആ ഒരു സെറ്റപ്പിൽ നല്ലൊരു ഫീലുണ്ട്. അതെ, ഇത് കണ്ട്, ഇതൊക്കെ പാരാഗ്ലൈഡിങ് നടത്തുന്നതിൻ്റെ ഓരോ സ്പോട്ടുകളാണ്. ഇങ്ങനെയെല്ലാം വഴി നീളെ ഇങ്ങനെ ആളുകളുണ്ട് ചെയ്യാനും. പിന്നെ ഡെസേർട്ട് ക്യാമ്പ്സൊക്കെ ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ്. ഒരുപാട് പാക്കേജസ്, ക്യാമൽ റൈഡ്സ്, അല്ലെങ്കിൽ മറ്റേ ബഗ്ഗി റൈഡിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ഇപ്പോൾ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണുന്നതിൻ്റെ അങ്ങ് മാക്സിമം എക്സ്റ്റെൻഡ് വരെ നമുക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അത്രയും പ്ലെയിൻ സർഫസ് ഏരിയ. ഇതിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ട് 1% എന്ന് പറഞ്ഞാൽ ഈ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ചില ഏരിയകളുണ്ട്. നമ്മുടെ ഫാദിൻ്റെ ഒരു പടം ഷൂട്ട് ചെയ്ത് ആ ഒരു പ്ലേസിലാണ് കാസർഗോഡ്. അതുപോലത്തെ ഒരു ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നും വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുറേ ഒട്ടകങ്ങൾ ഇതിൽ കൂടെ നടക്കുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല രസമാണ് കേട്ടോ. എന്താ രീതിയിലുള്ള ട്രാവല് കാര്യങ്ങളൊക്കെ. ചൂടുണ്ട് കേട്ടോ, ചൂട് അത്യാവശ്യമുണ്ട്. കാരണം പക്ഷെ വൈകുന്നേരം സമയം കഴിഞ്ഞാൽ നേരെ മാറും, ക്ലൈമറ്റ് മാറും, തണുപ്പാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും വരുന്നുണ്ട്. എന്തായാലും ഒരു പുതിയ ഫീലാണ്. ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് നമ്മൾ വരാൻ പറ്റി. അതും വേറെ വന്നപ്പോൾ പോയ സ്ഥലത്ത് നിന്ന് നേരെ വിപരീത ക്ലൈമറ്റുള്ള ഒരു സ്ഥലത്തേക്ക്. എന്നിട്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബഗ്ഗികൾ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ റൈഡിങ്ങിന് കാര്യങ്ങൾ, അതിൻ്റെ അവിടെ തന്നെ പാരാഗ്ലൈഡിങ്ങിന് കാര്യങ്ങൾ, ടൂറിസത്തിൻ്റെ വേറെ വേറെ സ്ഥലങ്ങൾ. നമുക്ക് നേരെ ഡയറക്റ്റ് കയറി ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് തിരക്കൊന്നുമില്ല. എൻ്റെ വിൻഡ് മിൽസ് ഉണ്ട്.
അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ മരുഭൂമിയിലെത്തി. കുറേ ഒട്ടകങ്ങളൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട്. വാവ്, എന്താല്ലേ മഞ്ഞും കഴിഞ്ഞ് മരുഭൂമി. നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് അങ്ങനെ മരുഭൂമി ഉള്ളിയിട്ട് പോയാലേ കാണാൻ പറ്റുള്ളൂ. ഇത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് പറ്റുവാണെങ്കിൽ ബൈക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അടിപൊളി വൈബ്. ഫുൾ ഒട്ടകങ്ങളാട്ടോ. ക്യാമൽ സഫാരി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഫുൾ ക്യാമൽസിൻ്റെ സഫാരിക്ക് വേണ്ടി മാത്രം ഇട്ടങ്ങനെയാണ്. ഇതൊക്കെ ഇവരുടെ ഓരോ ജീവിത വരുമാനങ്ങളാണ്. എന്താല്ലേ ഇപ്പോൾ ഫൈനലി നമ്മൾ അവസാനം ഡെസേർട്ടിലെത്തി. ഒരു ക്യാമൽ റൈഡ് ചെയ്യാൻ പോവാണ്. നല്ല ചീപ്പായിട്ട് കിട്ടിയിട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ ഫ്രണ്ടിലാ. ഓക്കെ, ഇത് ഭയങ്കര എൻ്റെ പൊന്നോ. ആദ്യമായിട്ടോ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറി ട്രാവൽ ചെയ്യണേ. എന്നാലും കുഴപ്പമില്ല അല്ലേ? നല്ല സസ്പെൻഷൻ ഉണ്ട്. ഒരു പേടിയല്ലേ? ഇവനെങ്ങാനും എടുത്തിട്ട് കുടഞ്ഞു കഴിഞ്ഞാ തീർന്നോ? പിന്നെ മണ്ണിട്ട വീണ, കല്ലിട്ടൊന്നും അല്ല. അതുകൊണ്ട് ആശ്വാസമുണ്ട്. ഒന്ന് വിട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ്. മറന്നു വീഴാണ്ടിരുന്ന മതിയായിരുന്നു. ഒരു വെറൈറ്റി അല്ലേ? കൊമ്പൊന്നും ഇല്ലാത്തോണ്ട് ധൈര്യമുണ്ട്. മറിച്ചിട്ട് കുത്തില്ലല്ലോ. കൊടി പേര് ചവിട്ടായിട്ട്. ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടോ ക്യാമൽ സവാരി? ഇല്ല. ക്യാമൽ ഫസ്റ്റ് ടൈം. എഴുന്നേക്കുന്ന സമയത്താണ് ഒന്ന് പേടിക്കുന്നത്. ആളൊന്നും എടുത്തിട്ട് കൊടയും കുപ്പയെ കിടപ്പുണ്ട്. അതിന് ആ ടോപ്പ് വരെ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞു. ആണോ? എന്നാ മതി അല്ലേ നമ്മുടെ ഉദ്ദേശം. ഇതിനെന്തോ അഭ്യാസം കാണിക്കാൻ പോകുന്നതിനെ. അതിന്റെ പുള്ളി ഉദ്ദേശിച്ചേ ഞാനോടത്ത് വല്ല പൊക്കാനോ കാനോടക്കണ്ട. കേരള पहली बार आए। हाँ। ये क्या हो गया भैया? ये रस्सी पैर में अटक गई। मुझे थोड़ा सा डर लगा है। भैया कैमल का नाम क्या है? माइकल है माइकल जैक्सन. നമ്മുടെ ക്യാമലിന്റെ പേരാട്ടോ മൈക്കിൾ ജാക്സൺ. आप क्या नाम है? क्या है? अनवर है क्या? അലി ഭായ്. പുള്ളി പേരൊക്കെ അല്ലേ? ചില്ല് പേരൊക്കെയാ. നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കണം അലിബാഹിയുടെ
മൈക്കിൾ ജാക്സന്റെ ഒപ്പം കേട്ടോ. ഇതിന് ചെറിയ സ്റ്റഡൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് സ്റ്റിൽ പേടിയാണ്. ബ്രോ ഉള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇതിന്റെ പുറത്തിരിക്കുന്നത്. അങ്ങനെ ചാർജിങ് പോകുമ്പോൾ തീരാറായി. എന്നാലും നല്ല രസമുണ്ട് ഇതിൻ്റെ പുറത്തുള്ള ട്രാവല്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അയ്യോ അതെ ഇങ്ങോട്ട് നോക്കിയേ. നമ്മളൊരു കറക്റ്റ് സെൻറ്ററിൽ കൂടെ ആട്ടെ, 2 സൈഡിട്ട് ചെറിയ കുഴിയാ. എൻ്റെ മുന്നോ പയ്യെ പോനെ. കാല് തന്നെ ശരിക്കും അറിയാൻ പറ്റണം അല്ലേ? ചില സ്ഥലത്ത് ചിലപ്പോൾ കുഴി കൂടുതലായിരിക്കും, അങ്ങനെ കുഴിഞ്ഞു കൊണ്ടായിരിക്കും. ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നണേ. പറഞ്ഞത് അനുസരണ കുറവാണെങ്കിൽ കുഴപ്പമില്ല, സ്ഥിരം പൊക്കോണ്ടിരിക്കണല്ലേ. ഇതൊരു ഹ്യൂമൻ ഫ്രണ്ട്ലിയാ എനിവേ. പിന്നെ എൻ്റെ ഓഫ് ദി ഡേ എല്ലാം ആനിമലാണ്. അത്രേ ഉള്ളൂ. പോട്ടെ പോട്ടെ. അപ്പൊ അതിന്റെ അപ്പുറമാണോ ഈ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്? താർ ഡെസേർട്ട്. അതാ ഏറ്റവും വലുത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാണുന്നത് ആ നേരെ ആ കാണുന്നല്ലോ, അതിൻ്റെ അപ്പുറമാണ് താർ ഡെസേർട്ട്. ഇത് ഏറ്റവും വലിയ താർ ഡെസേർട്ട് എങ്ങനെയുണ്ട്? ഏറ്റവും വലിയ ഡെസേർട്ട് അല്ലേ? നമ്മൾ ഈ ഒട്ടകത്തിന്റെ പുറത്ത് നമ്മളതിന്റെ പുറത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ഡെസേർട്ടിന് ഒരു टॉप पे देखो उधर नहीं जाना है। मजा तो मैं इतना खर्चा करके, वो तो आपके ऊपर है, इतना केरला से खर्चा करके आए तो मैं डेजर्ट घूम के आओ भाई, पहले हमारी सर्विस देख के आओ. പറയുന്ന അവരുടെ സർവീസ് എടുക്കാൻ, അതായത് അങ്ങോട്ട് പോകാനുള്ളത് എടുക്കാൻ. वो मजा नहीं आए तो 1 रुपया नहीं लो. ऐसा कुछ नहीं है भैया, हमको वापस जाना है. एक फोटो लोगो आपका खर्चा 15-20 मिनट की राइड रहेगी. अभी क्या है, एक फोटो लोगो आपका खर्चा वसूल हो जाएगा. वो जगह ऐसी है, पहले घूम के आओ, पहले हमारी सर्विस देख के आओ. वो इसमें इंक्लूडेड है क्या और अलग चार्ज अलग लगे? कितना होगा उसका 600 रुपये. 600 എത്ര രൂപ? 600 600 രൂപ എടുത്താൽ वो मजा आए, ഡെസേർട്ടിട്ട് പോകാം. हेलो, वो मजा आए तो देना, नहीं तो अली भाई का हाथ में लगा. അവർ പറഞ്ഞ നമ്മള് ഇഫ് യു നോട്ട് എൻജോയിങ് കാശ് തിരിച്ച് തരാൻ വേണ്ട. താർ ഡെസേർട്ട് ഇട്ട് പോണെങ്കിൽ 600 രൂപ. घुमा गए. അപ്പോൾ ഇവർ പറഞ്ഞ താർ ഡെസേർട്ട് ഇട്ട് നമുക്ക് പോകണമെങ്കിൽ 600 രൂപ വരും. പക്ഷെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേട്ടെ? എനിക്കും വേണമെന്നില്ല, എനിക്ക് ജസ്റ്റ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. ഐ ആം ഗുഡ്. അപ്പം അതാണ്. അപ്പം നമുക്ക് നൈസായിട്ട് തിരിച്ചു പോയാലോ? हम वापस चलेंगे. माइकल खुश करे. इनाम करेंगे. बोलो बोलो इनाम. माइकल माइकल खुश തിരിച്ചു करे. പോകട്ടോ. माइकल को टिप करोगे ऐसे बोलो. ഒട്ടക നല്ല സ്പീഡിലാണ്, ഇച്ചിരി ഓടുവാണ്. അയ്യോ, हम डन. ये छोड़ दो, ये छोड़ दो, ये टूट जाएगा. अब आगे हाथ रखो. എൻ്റെ പൊന്നോ. टिप करोगे माइकल को? हाँ हाँ टिप करते हैं. हाँ, माइकल को देंगे, फिर माइकल गुड़ खाएगा. മൈക്കിൾ ജാക്സന്റെ സ്വഭാവം കാണിക്കുന്നത്. हाँ, हमको स्लो ही चलना है. अब स्लो चलेगा. धीरे चलो. हाँ, धीरे चलेंगे. माइकल को खुश करना, പൊന്നോ. इनाम करना. തിരിച്ചു വന്നാ മതി. ഇവനെ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ഈ ചെറുക്കനെ ഇതിന്റെ പുറത്തായി പോയില്ലേ? ഞാനിന്റെ ശരിയാക്കാം. അതാ ഈ പണ്ടാരത്തിന് മലയാളം അറിഞ്ഞോളൂ. നമുക്കവിടെ ഹിന്ദി അറിയില്ല. അത് എന്റെ പൊന്നു പോണു. ഫോണാണെങ്കിൽ എടുക്കട്ടെ. ഇല്ലല്ലോ.
അവിടെ ആൾക്കാർ ബൈക്കിന്റെ ഉള്ളിലാണോ? ബൈക്കിൽ ആ ഫ്രണ്ടിൽ ആ ഇതിലിരിക്കും സ്ക്രീനിന്റെ ഉള്ളിലല്ലേ? ഞാൻ അങ്ങനെ മറക്കണല്ലേ, എന്തോ ഒരു ഓളത്തിനും കറങ്ങി പോകാൻ താക്കോല് അതിലുണ്ട്. इधर कहाँ जा रहे हैं? तेरे को कुछ करेंगे? ഇവനിത് എങ്ങോടെ പോണേ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് മാറിയിട്ടല്ലേ? കറക്റ്റ് ധീരെ ചലോ. അപ്പൊ അതേ പറയണ്ട, അവൻ വേറെ വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലകുത്തി പറിക്കായിട്ട്. നമ്മുടെ ഇന്നത്തെ മരുഭൂമിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ അടുത്ത ലൊക്കേഷൻ പോവുകയാണ്. രാജസ്ഥാനിലെ തന്നെ ബലോട്ര എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ടെമ്പിൾ കാണാനൊക്കെയാണ്. അവിടെ പോയി ആ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മളതുപോലെ മഞ്ഞുമല കണ്ടു, അവസാനം മരുഭൂമി കണ്ടു. ഇതിൻ്റെ നേരെ അപ്പുറം കാണുന്നതാണ് താർ ഡെസേർട്ട്, ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെത്തി. അപ്പോൾ നിങ്ങൾ വീഡിയോ മുടങ്ങാണ്ട് കാണണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ബൈ.